ബന്ധുക്കൾ ഇല്ല, ബെസ്റ്റികൾ ഇല്ല, ബ്രോമാരില്ല. വധൂവരന്മാരുടെ രക്ഷിതാക്കളും സഹോദരങ്ങളും കർമ്മിയുടെയും സാന്നിധ്യത്തിൽ കൊല്ലം ശാരദാ മഠത്തിലെ ഗുരുദേവ സന്നിധിയിൽ നന്ദുവും അപർണയും വിവാഹിതരായി. വെൽക്കം ഡ്രിങ്കോ, ശീതീകരിച്ച ഹാളോ, കതിർ മണ്ഡപമോ സംഗീത പശ്ചാത്തലമോ ഇല്ലാത്ത ആർഭാടരഹിത വിവാഹമെന്ന ഇരുവരുടെയും സ്വപ്നം രക്ഷിതാക്കൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബന്ധുക്കളുടെ ആകെ എതിർപ്പിനെ മറികടന്ന് യാഥാർത്ഥ്യമാക്കി. വൻ ചെലവ് ചെയ്ത് നടക്കുന്ന വിവാഹങ്ങൾക്ക് പിന്തുണയും ആർഭാടരഹിത വിവാഹങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റും നൽകരുതെന്ന് വരൻ നന്ദു അഭ്യർത്ഥിച്ചു. ഇല്ല, എനിക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമായിരുന്നു സിമ്പിളായിട്ട് കല്യാണം നടത്തണം, ഗുരുവരൽ പ്രകാരം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുമ്പം വലിയ രീതിയിൽ നടത്തിയാലേ അതൊരു നല്ല കല്യാണം ആവൂ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് ഒക്കെ മാറ്റണം. പിന്നെ എൻ്റെ ഒരു ഇഷ്ടവുമായിരുന്നു ഗുരുവരൽ പ്രകാരം നടത്തുക. പിന്നെ അമ്മുവിനോടും ഞാൻ പറഞ്ഞു അങ്ങനെ നടത്താം. അപ്പോൾ അമ്മുവിനും അത് താല്പര്യമായിരുന്നു അങ്ങനെ നടത്താം. ചെറുതായിട്ട് നടത്തിയ അതൊരു കൊള്ളാത്ത കല്യാണമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറണം. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് തൻ്റെ വഴി സ്വീകരിക്കാം. വിവാഹത്തിന് കടം വാങ്ങണ്ട, രക്ഷിതാക്കൾക്ക് കടബാധ്യതയും വരില്ല, കിടക്കാടവും നഷ്ടപ്പെടില്ലെന്ന് നന്ദുവിനെ പിന്തുണച്ച ഭാര്യ അപർണയുടെ വാക്കുകൾ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. കുറേ പെൺകുട്ടികളുണ്ട് ഈ കല്യാണത്തിന് വേണ്ടി കടവും അതും ഇതുമൊക്കെ എടുത്ത് ഫാമിലീസ് എത്ര ലോൺ എടുക്കാൻ പറ്റുമോ അത്രയും ലോൺ എടുത്താണ് ആളുകൾ ഡൗറി കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ആ പെൺകൊച്ച് കല്യാണം കഴിയുമ്പോൾ അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് ആ ഫാമിലീസിനുണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ്, ഈ കടമെല്ലാം മാറ്റണം, അതിന് വേണ്ടി വീണ്ടും കടമെടുക്കും, പിന്നെ കടത്തിന് മേലെ കടം, ആ ഒരു ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞങ്ങളിതിലൂടെ തീരുമാനിച്ചത് ഇങ്ങനെ നടത്തുന്നത്. നന്ദുവിൻ്റെ രക്ഷിതാക്കൾ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ പ്രദീപ് കുമാറും ഭാര്യ അനിലയും, അപർണയുടെ രക്ഷിതാക്കൾ TM ശ്രീകുമാറും സുധർമ്മയും, വധൂവരന്മാരുടെ സഹോദരങ്ങളും സാക്ഷികളായി. ഗുരു അരുൾ പ്രകാരം 10 പേരെ വെച്ച് വിവാഹം നടത്തി. വിവാഹത്തിന് കരുതി വെച്ച പണത്തിലെ ഒരു പങ്ക് സൽക്കർമ്മങ്ങൾക്ക് വിനിയോഗിക്കാനും 2 കുടുംബങ്ങളും തീരുമാനിച്ചു. മനുഷ്യ നന്മയ്ക്ക് നിരവധി കാര്യങ്ങൾ, നിരവധി സന്ദേശങ്ങൾ, വചനങ്ങളൊക്കെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഈ ലളിതമായ വിവാഹം. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.